ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ തർക്കിക്കാൻ പാടില്ല എന്ന് പറയാം. തർക്കിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അഥവാ തർക്കിച്ചാൽ തന്നെ ആരായിരിക്കും ജയിക്കാൻ സാധ്യത? പുരുഷനാണോ സ്ത്രീയാണോ? പുരുഷൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവാകാം, അച്ഛൻ മകളാവാം, ആങ്ങളെ പെങ്ങളാവാം, ആരാവാം, ഫ്രണ്ട്സൊക്കെ ആവാം. പുരുഷനും സ്ത്രീയും തമ്മിൽ തർക്കിച്ചു കഴിഞ്ഞാൽ ആരാണ് ജയിക്കുക എന്ന ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഒരു ഉത്തരം പറയുക, കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ അവിടെ ചോദ്യം അതല്ല. സത്യത്തിൽ അത് വിജയത്തേക്കാളേറെ അതൊരിക്കലും വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. കാരണം പുരുഷൻ തർക്കിക്കുന്നത് അവൻ ലോജിക്കലി ചിന്തിച്ചിട്ടാണ്, യുക്തിപരമായി ചിന്തിച്ചിട്ടാണ് അദ്ദേഹം വാദിക്കുന്നത്, ഇതാണ് ശരിയെന്ന് വാദിക്കുന്നത്. സ്ത്രീ വാദിക്കുന്നത് ലോജിക്കലി അല്ല, ഇമോഷണലിയാണ്, വൈകാരികമായിട്ടാണ് ഒരു കാര്യത്തെ നോക്കിക്കാണുകയും അത് വെച്ചിട്ടാണ് ശരിക്കും വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത്. ഒരിക്കലും ഇമോഷനും ലോജിക്കും തമ്മിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും ജയിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകളോട് ഫൈറ്റ് ചെയ്യുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരോട് ഫൈറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഞാൻ കാണുന്ന ആംഗിളിലല്ല ഈ കാര്യങ്ങൾ കാണുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുപാട് ദാമ്പത്യത്തിലൊക്കെ തർക്കങ്ങൾ വളരെ മൂർച്ഛിച്ച് പോവുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇതിൽ എപ്പോഴും തർക്കം ജയിക്കുന്നതാരാന്ന് വെച്ചാൽ ആരാണോ തോറ്റു കൊടുക്കുന്നത് അയാൾ ജയിക്കും എന്നുള്ളതാണ്. തോറ്റു കൊടുക്കുക, എങ്ങനെയാണ് തോറ്റു കൊടുക്കുക? പുരുഷൻ മനസ്സിലാക്കുക സ്ത്രീ ഇമോഷണലിയാണ് ഇതിനെ കാണുന്നത്, അതുകൊണ്ട് താൽക്കാലികമായിട്ട് അത് ഇമോഷണാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്നുള്ള രീതിയിൽ കൈ കൊടുത്ത് പിരിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ തോറ്റു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ തോറ്റു കൊടുക്കലൊരു വിജയമാണ്. കാരണം ഇമോഷനോട് എൻ്റെ ലോജിക്ക് മത്സരിച്ചാൽ ജയിക്കില്ല എന്നുള്ള തിരിച്ചറിവാണ്. തിരിച്ച് സ്ത്രീകൾക്കും അത് തന്നെ ചെയ്യാവുന്നത്. സ്ത്രീകൾ തർക്കിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പുരുഷൻ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ അപ്പം മനസ്സിലാക്കുക ഇദ്ദേഹം ലോജിക്കലി ചിന്തിക്കുന്നത്, ലോജിക്കലിയാണ് എന്നോട് വാദിക്കുന്നത്, തൽക്കാലം ഞാൻ തോറ്റു കൊടുക്കുന്നതാണ് ജയിക്കുന്നതിന് തുല്യമായി മാറുക എന്ന് മനസ്സിലാക്കുന്നതാണ് എൻ്റെ ഒരു ശരി എന്നുള്ളതാണ്. സോ പുരുഷനും സ്ത്രീയും 90% വാദിക്കുന്നതും തർക്കിക്കുന്നതും ഇമോഷനും ലോജിക്കലുമാണെന്ന് തിരിച്ചറിവുണ്ടായാൽ തന്നെ ഒരുപാട് തർക്കങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.